ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്ത് ബാലനെ എല്ലാ സത്യങ്ങളും ഗോമതി അറിയിക്കുകയാണ്. അലോക് വീട്ടിൽ കയറി എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യവും, ദേവിയുടെ വയറടിച്ച് വീണതും, മീനു ദേവിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതും, അതുപോലെ നമ്മുടെ ഗോമതിയെ കൊല്ലാൻ നോക്കിയപ്പോൾ മീനു തലക്കടിച്ച് അലോകിനെ വീഴ്ത്തിയതുമായ എല്ലാ സത്യങ്ങളും ബാലനെ അറിയിക്കുകയാണ്. ഇത് കേട്ട് ബാലൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. താനില്ലാത്ത ഈ സമയം തൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചത് എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. അപ്പം നമ്മുടെ ഗോമതി അടുത്ത് നിന്ന് കരയാണ് കേട്ടോ. ബാലേട്ട, നമ്മുടെ കുടുംബം തകർന്നു ബാലേട്ട. നമ്മൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ നമ്മുടെ സ്വപ്ന സൗധം ഇവിടെ തകർന്നടിയ. നമ്മളിനി എന്താ ചെയ്യുക ബാലേട്ട എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ അവസ്ഥയൊക്കെ താൻ കാരണമാണല്ലോ എന്നുള്ള കുറ്റബോധത്തോടെ അനുമോളാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാണ്. സുകന്യയും അതെ, ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇതേസമയം ആശുപത്രിയിൽ മീനു ആണെങ്കിൽ ദേവിയുടെ ഒരു വിവരം അറിയാത്തത് കൊണ്ട് തന്നെ വല്ലാതെ ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതേസമയം മീനുവിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ കിട്ടിയ വാർത്ത കേട്ട് നമ്മുടെ ആനന്ദ് വേഗം തന്നെ ആശുപത്രിയിലേക്ക് വരിക. അപ്പം ചിന്തിക്കുന്നുണ്ട്, എന്തു പറ്റി മീനു, എന്തിനാ വേഗം ആശുപത്രിയിലോട്ട് എന്നോട് വരാൻ പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ഈശ്വര, ആർക്കും ഒരു അപകടം ഉണ്ടാവില്ലേ എന്നൊക്കെ ആനന്ദ് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് കേട്ടോ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പം ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ മീനുവിന് ഫോൺ വിളിക്കുകയാണ്. മീനു, നീ എവിടെയാണ് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പം മീനു ആണെങ്കിൽ ദേവി കിടക്കുന്ന ഫ്ലോർ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന ആനന്ദ് താൻ എന്തോ എടുത്തില്ലല്ലോ എന്ന ഓർമ്മയിൽ തിരിച്ചു വന്ന വണ്ടിയിൽ നിന്ന് താൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകളുടെ കവറുകളൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി പോവുക. അപ്പം അകത്ത് ചെല്ലുമ്പം മീനു ആണെങ്കിൽ ആകെ ടെൻഷനോട് കൂടി നിൽക്കുക. ആനന്ദേട്ടനോട് ഇനി എന്താ പറയുക, ഈ സത്യങ്ങൾ ആനന്ദേട്ടൻ എങ്ങനെ അംഗീകരിക്കും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മീനു അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പം ആനന്ദ് മീനുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. മീനു, എന്താ പറ്റിയത്? എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരാ ആശുപത്രിയിൽ എന്ന് ചോദിക്കുക. അത് പിന്നെ ആനന്ദേട്ടൻ ടെൻഷൻ ആവരുത്. ദേ, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആവുന്നത്. എന്താ സംഭവിച്ചതാ? ആരാ ആശുപത്രിയിൽ? അത് ദേവിയെടുത്തി ഒന്ന് വീഴുകയോ? എന്തൊക്കെയാ മീനു നീ ഈ പറയുന്നത്? നടന്നപ്പം പയ്യെ തെന്നി വീണതാ. ദേവിയെടുത്തേയും കൊണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് വന്നതാ. അത് ആനന്ദേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അയ്യോ, ദേവി വീഴുകയോ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? ഈശ്വര, എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞ് ആനന്ദ് കരയുക. ദേ, ആനന്ദേട്ടൻ ഇങ്ങനെ പാനിക്കാവല്ലേ. എന്നിട്ട് ദേവി എവിടെ? എനിക്ക് അവളെ ഇപ്പം തന്നെ കാണണം. ദേവിയെടുത്തി അകത്ത ആനന്ദേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെന്നെ ദേവിയും കണ്ടാൽ മതി. എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ മീനാക്ഷി എന്ന് ചോദിക്കുക. ഏയ്, കുഞ്ഞും ദേവിയെടുത്തി ഒക്കെ സേഫാ. ആനന്ദേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇവിടെ ഇരിക്കുക. ഇല്ലില്ല, എനിക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ. അപ്പോഴത്തേക്കും മീൻ ഒരു വിധത്തിൽ പറയും, ആനന്ദേട്ട, ദേവിയെടുത്തി ഐസിയുവിലോ? നീ എന്താ മീനാക്ഷി പറയുന്നത്? ദേവി ഐസിയുവിലോ? അയ്യോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? നീ എന്നോട് സത്യം പറ. ഏയ്, ദേവിയെടുത്തെ ഡോക്ടർ പരിശോധിക്കുക. നമ്മുടെ ദേവിയെടുത്തേക്കും കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കില്ല. ആനന്ദേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ, പാനിക്കാകാതെ സമാധാനമായിട്ടിരിക്കുക. എങ്കിലും ദേവി എങ്ങനെയാണ് വീണത്? അത് തെന്നി വീണതാ എന്നാൽ പെട്ടെന്ന് മീന് കള്ളം പറയേ. തെന്നി വീഴുകയോ? ഈശ്വര, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവിടെ ഒരു വിധത്തിൽ മീനുവാണെങ്കിൽ ആനന്ദിനെ അവിടെ പിടിച്ചിരുത്തുക. എനിക്ക് ഡോക്ടറെ കാണണം. ഡോക്ടർ പറയുന്നത് കേട്ടാലേ സമാധാനം ആവുള്ളൂ എന്ന് പറയും. ആനന്ദേട്ട, അതല്ല ഞാൻ പറഞ്ഞത്. ഐസിയുവിലെ ഡോക്ടർ അകത്താ. അവിടേക്ക് നമ്മളെ ആരും കയറ്റി വിടില്ല ആനന്ദേട്ട എന്ന് പറയുകയാണേ. ആനന്ദേട്ടനൊന്ന് മനസ്സിലാക്കുക. ഇപ്പം തന്നെ ദേവിയെടുത്തെ പരിശോധിച്ചിട്ട് ഡോക്ടർ ഇറങ്ങി വരും. അപ്പം നമ്മളോട് കാര്യങ്ങളൊക്കെ പറയും. അതുവരെ ക്ഷമയോടൊന്ന് ഇരിക്കുക. നമ്മുടെ കുഞ്ഞിനും ദേവിയെടുത്തേക്കും ഒരാപത്തും സംഭവിക്കില്ല. ആനന്ദേട്ടൻ സമാധാനപ്പെടുക എന്ന് പറയാം. ഇങ്ങനെ പാനിക്കാവാതിരിക്കുമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ നമ്മുടെ മീനു ആനന്ദിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ് കേട്ടോ. പക്ഷെ ഒരു സമാധാനവും ആനന്ദിന് ലഭിക്കുന്നില്ല. അവൻ മേടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകളുടെ കവറുകളും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ് സങ്കടത്തോടെ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര, എൻ്റെ ദേവിക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ എന്നും പറഞ്ഞ് മനമുരുകി പ്രാർത്ഥിക്കുകയാണേ. ഇതേസമയം ദേവമംഗലത്ത് കാര്യങ്ങളൊക്കെ ഗോമതിയിൽ നിന്നറിഞ്ഞ ബാലൻ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടി, അവൻ എങ്ങനെയാടി നിന്റെ റൂമിൽ കയറിയത് എന്ന് ശബ്ദം ഉയർത്തി തന്നെ ചോദിക്കുകയാണ്. അപ്പം അനു പേടിച്ച് വരച്ച് വീണ്ടും കരയാനല്ല നിന്നോട് പറഞ്ഞത്. നിന്റെ റൂമിൽ അവൻ കയറണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണണമല്ലോ. നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ അവനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചതെന്ന്. എന്നിട്ട് ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നിന്റെ വെറും സുഹൃത്തായിട്ടുള്ള അവൻ ഈ വീട്ടിൽ എങ്ങനെ കയറിയെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്.
എന്നും പറഞ്ഞ് ഒച്ചയെടുക്കുക. അനു പേടിച്ച് വിറച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അനു ഒന്നും മിണ്ടാത്ത കാണുമ്പം അനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കവിളടിച്ചൊരു അടി കൊടുക്കുക. അത് കണ്ട് പേടിച്ച് അനു കവിളും പൊത്തിപ്പിടിച്ച് കരയാണ്. അത് കാണുന്ന ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പം ബാലൻ്റെ ഇങ്ങനെ ഒരു ഭാവം കണ്ട സുകന്യയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുകയാണേ. ബാലേട്ട, ഇനിയും അവളെ തല്ലല്ലേ ബാലേട്ട, ഇങ്ങനെ ബഹളം വെക്കല്ലേ ബാലേട്ട, നാട്ടുകാർ മുഴുവനും അറിയും എന്ന് ഗോമതി പറയും. നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തിയാ ഇവൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുത്തത്. ഈ പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ട കടമയെ അമ്മമാർക്കാ. ഇവളുടെ പ്രവൃത്തികളൊക്കെ നിനക്ക് ശരിക്കും നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരുമായിരുന്നോ ഗോമതി? അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കണ്ട ചെറുക്കന്മാരെ റൂമിൽ വിളിച്ച് കയറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. ഇവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ ഈ നിൽക്കേണ്ട ദുരന്തങ്ങളൊക്കെ സംഭവിച്ചത്. ബാലേട്ട, ഇപ്പം പരസ്പരം പഴി ചാരാനുള്ള സമയമില്ല ബാലേട്ട. ഇപ്പം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ബാലേട്ടൻ ഇങ്ങനെ ഒച്ച എടുത്തു കഴിഞ്ഞ് നാട്ടുകാരെ എല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാലേട്ട? ദേവിമോള് ആശുപത്രിയില്ല. അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. അവൾക്ക് സീരിയസ് ആവാനേ വഴിയുള്ളൂ. അതുപോലെ രക്തമായിരുന്നു അവളെ. നമ്മൾ ആശിച്ചു മോഹിച്ചിരുന്ന നമ്മുടെ പേരക്കുട്ടിയെ ലഭിക്കോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ഈ അവസ്ഥയിൽ ബാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്നും പറഞ്ഞ് ഗോമതി കരയാണ്. അപ്പോൾ ബാലൻ ഒന്ന് സമാധാനിക്കുകയാണ് കേട്ടോ. ബാലേട്ട, ഞങ്ങൾക്ക് ബാലേട്ടനേ ഉള്ളൂ. ഈ ആപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യ് ബാലേട്ട, അല്ലാതെ പരസ്പരം പഴിചാരിയും ഒച്ച വെച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ പെട്ടെന്ന് ബാലൻ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഒന്ന് ആലോചിക്കുക. ബാലേട്ട, മീനു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവനെ കൊല്ലണമെന്ന് കരുതി അവൾ അടിച്ചതുമല്ല. അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ മീനു അറിയാതെ തലയ്ക്ക് അടിച്ചതാ. ആ പാവം ഇപ്പോഴും അവൻ വീണ് കിടക്കുവാന്നോ മരിച്ചെന്നോ ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. അവൻ രക്ഷപ്പെട്ട് എഴുന്നേറ്റ് കൃഷ്ണമംഗലത്തേക്ക് പോയെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. അതിൻ്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാലേട്ട? അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ച് ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം. എൻ്റെ മീനുവിന് ഒരാപത്ത് സംഭവിക്കരുത് എന്നും പറഞ്ഞ് ഗോമതി കരയാണ് കേട്ടോ. ഇത് കാണുന്ന ബാലൻ ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് സുകന്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുകന്യയോട് പറയും, ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. മീനാക്ഷിയുടെ കൈകൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്നുള്ള സത്യം നമ്മളല്ലാതെ മറ്റൊരാളും അറിയരുതെന്ന്. സുകന്യയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കൃഷ്ണമംഗലത്തുള്ള ഒരാളോടും നിന്റെ വായിൽ നിന്ന് ഈ സത്യം അറിയാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. രാജശ്രീ നിന്റെ ബന്ധുവല്ലേ? ഇക്കാര്യങ്ങളൊന്നും അവളെ അറിയിക്കാൻ ശ്രമിച്ചാൽ ഈ ബാലൻ്റെ മറ്റൊരു മുഖം അത് നീ കാണും എന്നും പറഞ്ഞ് സുകന്യെ ഭീഷണിപ്പെടുത്തുക. അത് കേൾക്കുന്ന സുകന്യ പേടിച്ച് വിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലനോട് പറയും, ഇല്ല ബാലേട്ട, എൻ്റെ വായിൽ നിന്ന് ഒരു സത്യങ്ങളും ആരും അറിയില്ല, ഞാൻ ഒന്നും പറയില്ല എന്ന് പറയാം. അങ്ങനെ വേണം, ഇനി ഞാൻ പറയുന്ന പോലെ വേണം നിങ്ങളെല്ലാവരും പ്രവർത്തിക്കാൻ എന്ന് ഗോമതിയുടെ അടുത്ത് നിന്ന് പറയാം. എന്താ ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കുറ്റം തൽക്കാലം ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പോവാം. അയ്യോ വേണ്ട, എൻ്റെ ബാലേട്ടൻ ജയിലിൽ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ പോയിക്കോളാം. ഗോമതി, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ചിന്തിക്കാതെ വിവേകത്തോടെ പ്രവർത്തിക്കണം. ഈ സമയം ഞാനിത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിന് സംഭവിക്കില്ല. നമ്മൾ ഈ കുടുംബം ഇതുപോലെ പടുത്തുയർത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഇന്നത്തെ നിലയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാ. ആ കുടുംബത്തെ തകർക്കണോ? നീ പറ. ഇപ്പം മീനാക്ഷിയാണ് തെറ്റുകാരി എന്ന് അറിഞ്ഞ് ജയിലിൽ പോയാലത്തെ അവസ്ഥയെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആകാശിൻ്റെ ജീവിതം എന്താകും? നമ്മുടെ കുടുംബത്തിൽ പിന്നെ സമാധാനം ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. അപ്പം ഗോമതി പറയും, വേണ്ട, ബാലേട്ടൻ പോകണ്ട, എന്നെ രക്ഷിക്കാനാ മീനു അത് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ജയിലിൽ പൊയ്ക്കോളാം എന്ന് പറയാം. നീ ജയിലിൽ പോയാൽ സമാധാനത്തോടെ ഈ കുടുംബത്തിലുള്ളവർ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗോമതി എന്ന് ബാലൻ അപ്പം പറയാണ്. കൃഷ്ണമംഗലത്തുള്ളവരുമായിട്ട് എനിക്ക് പണ്ട് തൊട്ടേയുള്ള വൈരാഗ്യമാണെന്നാണ് ഈ നാട്ടുകാർ മുഴുവനും കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ കയറി നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അലോകിനെ കണ്ടുകൊണ്ട് വന്ന ഞാൻ അവനെ പിന്നിൽ നിന്ന് തലക്കടിച്ച് വീഴ്ത്തി കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അന്വേഷണമൊന്നും വരാൻ പോകുന്നില്ല. കൃഷ്ണമംഗലത്തുകാരും അത് വിശ്വസിക്കും. ഞാനാ കൊന്നെന്ന് അവർ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മീനാക്ഷിയുടെ പേര് ഇതിലേക്ക് വലിച്ചെഴുകയുമില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നാലും ഇതൊന്നും ശരിയാകില്ല ബാലേട്ട, എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുക എന്ന് പറയാം. ഇതേ ശരിയാവുള്ളൂ, അല്ലാതെ ഒരു കൊലപാതകം എത്ര നേരം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും? ഇത് ഞാൻ ഏറ്റെടുത്തോളാം. നമ്മുടെ കുടുംബം തകരാതെ നമുക്ക് നോക്കണ്ടേ ഗോമതി എന്ന് പറയാണ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്കിത് ചെയ്യേണ്ടി വന്നു, അങ്ങനെ പുറലോകം അറിയാൻ പാടുള്ളൂ, അത് ഈ നാട്ടുകാർ മുഴുവനും വിശ്വസിച്ചോളും എന്ന് പറയണേ. അപ്പോൾ ഗോമതിക്ക് ഇതൊന്നും താങ്ങാൻ കഴിയാതെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഈശ്വര, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പം ഇതൊക്കെ കേൾക്കുന്ന അനു കുറ്റബോധം കൊണ്ട് വീണ്ടും കരയാണ് കേട്ടോ. അപ്പോൾ സുകന്യ ചോദിക്കും, ബാലേട്ട, ആരും അറിയാതെ നമുക്ക് ഈ ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്താലോ? എന്തൊക്കെ വിഡിത്തുവാ സുകന്യ നീ വിളിച്ചു പറയുന്നത്? ഇത് സിനിമയൊന്നുമല്ല,
ഇങ്ങനെ ബോഡി ആരും അറിയാതെ മറവ് ചെയ്യാനൊന്നും പോലീസുകാർ മണ്ടന്മാരുമല്ല. അവരെങ്ങനെയായാലും ഇവനെ കണ്ടെത്തും. കാരണം ഇപ്പം തന്നെ കൃഷ്ണമംഗലത്ത് ഇവനെ കാണാത്തതിനെ ചൊല്ലി ഒരു അന്വേഷണം നടക്കുന്നുണ്ടാവും. ഇനിയും ഇവനെ കണ്ടില്ലെങ്കിൽ എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ അന്വേഷണവും വരും എന്ന് പറയണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടേക്ക് തന്നെയായിരിക്കും അന്വേഷണം വരുന്നത് എന്ന് കേൾക്കുന്ന സുകന്യം ഞെട്ടി നിൽക്കുക. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പോവുക. ഞാൻ ഈ കുറ്റം സ്വയം ഏറ്റെടുക്കാൻ പോവുക. പോലീസുകാർ വന്ന് എന്നെ കൊണ്ടുപോകട്ടെ എന്ന് പറയുമ്പം ഗോമതിയാണെങ്കിൽ തലക്കടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന ബാലൻ്റെ പിന്നാലെ നമ്മുടെ അനു ചെല്ലുകയാണ്. അച്ഛ പോവല്ലേ അച്ഛ, എൻ്റെ അച്ഛനെ ഒരു കൊലപാതകയാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇതൊക്കെ ഞാൻ കാരണമല്ല. ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തോളാം. പ്ലീസ് അച്ഛ, അച്ഛൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബം തകരും. അമ്മയ്ക്ക് അച്ഛനില്ലായ്മയിൽ നിന്ന് കരകയറാൻ ഒരിക്കലും സാധിക്കില്ല എന്നും പറഞ്ഞ് കരയാണ്. നിന്നോടാ പറഞ്ഞത് മാറി നിൽക്കാൻ എന്നും പറഞ്ഞ് അനുവിനെ പിടിച്ചൊരു ഉന്തുന്തും കേട്ടോ. അപ്പം അനു പറയും, അച്ഛൻ എന്നെ എന്തോരം ദേഷ്യപ്പെട്ടാലും ഞാൻ സമ്മതിക്കില്ല. അച്ഛനെ ഒരു കൊലപാതകയായി കാണാൻ എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് ചെല്ലാം. അപ്പം ഗോമതി അതുപോലെ നമ്മുടെ സുകന്യയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഗോമതി വന്ന് ചോദിക്കും, ബാലേട്ട വേറെ ഒരു ഉപാധിയില്ലേ? നീ എന്താ ഗോമതി കാര്യം അറിയാത്ത പോലെ ഇവളൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്നത്? ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ്. ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ ഉള്ളൂ. വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് എന്തിനാ പറയിക്കുന്നേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഗോമതി ആകെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. സമയം ആശുപത്രിയിലാണ് ആനന്ദ് താൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കുഞ്ഞുടുപ്പുകളുടെ കവറുകളൊക്കെ തുറന്ന് ഉടുപ്പുകളൊക്കെ പുറത്തെടുത്ത് അതിൽ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛയുടെ കുഞ്ഞ്, നിനക്കൊന്നും സംഭവിക്കില്ലടാ, അച്ഛ ഈ പുറത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, എൻ്റെ ദേവിക്കും കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആനന്ദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാണ്. ഇത് കാണുന്ന മീനുവിനും ആകെ സങ്കടം വരികയാണ്. ആനന്ദേട്ടനെ ഇത്രയും തകർന്ന ഒരു അവസ്ഥയിൽ മീനുവും കണ്ടിട്ടില്ല. മീനുവും ദൈവത്തോട് മനം ഒരുക്കി പ്രാർത്ഥിക്കുക, എൻ്റെ ദേവിയുടെയും കുഞ്ഞിനെയും കാത്തുകൊള്ളണേ, ഒരാപത്ത് സംഭവിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഇതേസമയം ഗോമതി പെട്ടെന്ന് എഴുന്നേറ്റ് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേട്ട, പോലീസിനെ മാത്രം വിളിക്കല്ലേ ബാലേട്ട, നമുക്ക് സുകന്യ പറഞ്ഞ പോലെ ഇവൻ്റെ ബോഡി എന്തെങ്കിലും ചെയ്താലോ, ആരും അറിയാതെ മറവ് ചെയ്താലോ? നീ എന്ത് വിഡ്ഢിത്തമാ ഗോമതി പറയുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്വേഷണം ഇങ്ങോട്ട് വരികയും ചെയ്യും. അത് നിങ്ങളിലേക്കും എത്തും. ലാസ്റ്റ് കുടുംബത്തോടെ എല്ലാവരും ജയിലിൽ പോവേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ എന്നിലേക്ക് മാത്രമേ അന്വേഷണം വരുത്തുള്ളൂ. കാരണം കൃഷ്ണമംഗലത്തുകാരുമായിട്ട് നമുക്ക് അത്ര നല്ല ചേർച്ചയൊന്നും ഇല്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ട് അതെല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്തിന്, കൃഷ്ണമംഗലത്തുകാർ വരെ വിശ്വസിക്കും. ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നതല്ലേ. അതുകൊണ്ട് ഇതാ ഏറ്റവും നല്ല കാര്യം. നമ്മളിൽ ഒരാളെ മാത്രമേ ജയിലിൽ പോകുള്ളൂ. എങ്കിലും ബാലേട്ട, ഗോമതി, നീ കാര്യം അറിയാതെ ഇങ്ങനെ പറയരുത്. ഇതിങ്ങനെ അന്വേഷണം വരിക ഏറ്റവും നല്ലത്. അല്ലാതെ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ എന്തിന് നമ്മളുടെ മോളുടെ റൂമിൽ കയറി എന്നൊരു ചോദ്യം വരും. നമ്മളുടെ മോളുടെ ജീവിതം പിന്നെ എന്താവും? ഇവർക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? ഒരുത്തനെ സ്വന്തം റൂമിൽ വിളിച്ചു കയറ്റി കൊന്നു എന്നുള്ള പേരുദോഷം ഉണ്ടാവില്ലേ? നീ എന്താ ഇതൊന്നും ചിന്തിക്കാത്തത്? നമ്മളിൽ എല്ലാവരിലേക്കും അന്വേഷണം വന്നാൽ എല്ലാ കാര്യങ്ങളും പുറലോകം അറിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ മനസ്സിലാക്ക്. ഞാൻ തന്നെ ജയിലിൽ പോകാം എന്ന് നമ്മുടെ ബാലൻ പറയാണ്. അപ്പം അനുവിനാകെ സങ്കടം വരിക. അനു തലയ്ക്കടുത്ത് അടിച്ച് കരയാണ്. ഞാൻ കാരണമാണ് ഈ അവസ്ഥ വന്നത്. ദേവിയെടുത്ത് ആശുപത്രിയിലായത്, അലോകം മരിച്ചത്, നമ്മുടെ കുടുംബം തകർന്നത് എന്നും പറഞ്ഞ് തലയ്ക്കടിച്ച് കരയുന്ന അനുവിനെ കാണുമ്പോഴത്തേക്കും ബാലൻ ഒന്നും കൂടി ദേഷ്യം വരികയാണ്. ഇപ്പോൾ ഗോമതിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിക്കുക. അപ്പോൾ ബാലൻ പറഞ്ഞപ്പോഴാണ് ഇത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് ഗോമതിയും ചിന്തിക്കുന്നത്. അപ്പോൾ ഗോമതിയും ഇനി എന്താ ഒരു കോംവഴി എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.